വലിയ സങ്കടമായിപ്പോയി. എടി പാത്തു, ഓക്കെ ഉറങ്ങാൻ കണ്ടൊരു സമയം. സന്ധ്യക്കാണോടി കിടന്നുറങ്ങണേ? വേണിട്ട് നിസ്കരിക്ക്. ഏറമുളാനിക്ക മരിച്ചെന്റെ സങ്കടത്തിൽ കിടന്നതാ ഉമ്മ, ഉറങ്ങിപ്പോയി. അതിന് എനക്കെന്തിനാടി സങ്കടം? അൻ്റാരും മരിച്ചിട്ടില്ല ഇവിടെ. വേണിട്ട് ചോറും ചായ ഉണ്ടാക്ക്, അല്ല എല്ലാറ്റിനെയും അടിച്ച് പുറത്താക്കും. എന്താ? എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കണേ? എരമുല്ലാനിക്ക മരിക്കണമെന്ന് നീ കണ്ടില്ല? ഞാൻ അതും കണ്ടു. ആ ബാങ്കവിളിന്റെ ഒച്ചന്റെ ചെവിയിലും മൂടുന്നു. പെണ്ണിന്റെ ഓരോ തോന്നലേ, ഓരോന്നും നിരീച്ച് പറയാതെ പാത്തു ചേച്ചെടുത്ത് പോയി കിടന്നുറങ്ങ്. ആ പൂതി വേണ്ട. ഉമ്മാടെ ഹാലിളകി നടക്കുക, ആടാരും കിടത്തൂല. എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതാ. അല്ല, നല്ല രസമുണ്ടല്ലോ. നീ ഇത് എനിക്ക് മേടിച്ചതാ? ഏയ്, ആടൊരു മൊഞ്ചത്തിക്ക് മേടിച്ചതാ. നിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നെക്കാളും മുഞ്ചത്തിയോ? പിന്നെ പറയാനുണ്ടോ? പക്ഷെ നിന്റെ അത്ര ബുദ്ധൂസല്ല. മാല ഇട്ടുകൊണ്ട് താഴേക്ക് എന്ന് ഉമ്മാന്റെ വായിലിരിക്കണ കേൾക്കണ്ട, അതഴിച്ചെടെങ്കിലും വെക്ക്. നീ എന്താ താഴേക്ക് പോകത്ത്? പോ ചെറുക്ക, ഞാനിട്ടിരുന്നാ നിനക്കെന്താ ചെയ്തം? നീ ഇപ്പൊ താഴേക്ക് പോകും. ഉപ്പ ആണണ്ട. നിനക്കെന്നോട് ഒട്ടും ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? ആടുത്ത വിശേഷം എന്തേലും നീ എന്നോട് പറഞ്ഞ? ഒരു പത്രാസുകാരൻ. പാത്തു, എടി പാത്തു, ഇവിടെയാണോ കിടന്നുറങ്ങുന്നത്? നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ബീക്കുട്ടി നിന്റെ ഒപ്പരല്ലേ കിടന്നത്? ബീക്കുട്ടിയുടെ ഇല്ലല്ലോ. പിന്നെ ഓളവിടെ പോയി? എന്താടി നത്തിനെ പോലെ നോക്കുന്നേ? വെള്ള കീറിനിപ്പോ കണ്ടുപിടിക്കേ. വേറെ പാട്ടാക്കണ്ട, മീച്ചിക്കാതെ വേം പോ. എന്താ മോനെ, ബീക്കുട്ടി എന്തിനാ ഇടക്കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ച്? ഇനി ഞാൻ ബീവിയോട് എന്തു പറയും? വേഗം താട്ടുവാ, ഉമ്മ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്താ താഴത്തൊരു ഒച്ചപ്പാട്? പാത്തു എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. എറമുള്ളാൻ ഈടൊക്കെ കാണും. എറമുള്ളാൻ പാത്തു വെച്ച ജീവനായിരുന്നു. പക്ഷേങ്കിൽ പാത്തൂന് അവനെ വേണ്ട. ഓളാ പിരാന്തൻ്റെ പിന്നാലെ പോയി. ഓൻ പോയില്ലേ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇപ്പം ഇങ്ങടെ പുന്നാരം നോക്കൊരുത്തനെ കൊണ്ടുവരാൻ നോക്ക്, അല്ലേ വെറുതെ നാണക്കേടാവും. അതിനിപ്പോൾ ഓക്കെന്താ പറ്റിയേ? ഓളെ പഠിപ്പ് കഴിയട്ടെ, അപ്പോഴേക്കും ആലോചിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓള് കുഞ്ഞനാ. എന്നാ അവളുടെ പെരുമാറ്റം കുഞ്ഞുങ്ങളെ പോലാണോ? അതുമല്ല, ഏത് നേരത്തും കുഞ്ഞാലിയുടെ മുറിയിലാ ബീക്കുട്ടി. നിങ്ങൾക്കതറിയോ? ഓരൊരുമിച്ച് എൻ്റെ മുല പിടിച്ച് വളർന്നതല്ലേ, ഓരൊരുമിച്ച് സന്തോഷമായിരിക്കട്ടെ. എനിക്കിപ്പോഴും ഓൻ്റെ കാര്യത്തിലൊരു സംശയമാണ്.
എനിക്കില്ലേ ഓശാരം? ജോലി കിട്ടട്ടെ. അതിനി എന്നാ? 4-5 കൊല്ലം വേണം. അപ്പോഴേക്കും ഞാൻ മൂത്ത് നിറയ്ക്കും. അത്രയൊന്നും കാത്തിരിക്കാനുള്ള മനസ്സില്ല. ഇപ്പൊ എന്താ തരാനുള്ള ചേട്ടാ? അമ്പടി കേമി, ഇന്നലെയല്ലേ നിനക്ക് ഞാൻ ഒരു മാല തന്നത്? എന്നും ഓശാരം തന്നെ ഞാൻ വല്ലയിടത്തും കക്കാൻ പോണം. എനിക്കൊരു ഓശാരം തരാൻ നീ ഇപ്പൊ കക്കാനൊന്നും പോണ്ട. ഒരു ചെറിയ സമ്മാനം മതി. അതെന്താ? ഒരു ഉമ്മ. കുഞ്ഞാലി എന്നാ പോകുന്നേ? നാളെ തന്നെ പോണം. ഇറമുല്ലാനിക്കാൻ്റെ അസുഖം കാരണം കുറേ ദിവസം പോയി. പരീക്ഷയും കടുത്തു. തോറ്റാ പിന്നെ ഉപ്പാൻ്റെ മുഖത്തെങ്ങനെ നോക്കും? ഈടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കോളേജ് ഒന്ന് തുറന്നാ മതിയായിരുന്നു. നാളെ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? എൻ്റെ കൂടെയാ? പിന്നെ ആരുടെ കൂടെയാ? നിന്നെ കൊണ്ടുപോകാൻ പുയ്യാപ്പളമാര് കാത്തു നിൽക്കണം എന്നാണല്ലോ കേൾക്കണേ. ആ പൂതി വേണ്ട. നെയ്ച്ചോറിന്റെ രുചി ഓർത്ത് വായി വെള്ളം വന്ന് കാണും. കൊതിയൻ. പോടി. ബീക്കുട്ടി ഇനി ഉറങ്ങിയില്ലേ? കുഞ്ഞാലി പോയതിന്റെ സങ്കടമായിരിക്കും. ഓനുടനെ വരില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? അതൊന്നും അല്ല. ബീക്കുട്ടിയുടെ പ്രായം കഴിഞ്ഞല്ലേ എന്റെ തലയിൽ നിറച്ച്. എനിക്കറിയില്ലേ ബീക്കുട്ടിയുടെ അങ്കലാപ്പ്. ഓ പാത്തു ചാച്ചാ, ഞാൻ ആ കൊട്ട് കേട്ട് കിടന്നതാ. എനിക്ക് എന്റെ കഥ പറഞ്ഞതാ. ആർക്കറിയാതെ ഏതാന്ന്. ബീക്കുട്ടി കിടന്നുറങ്ങ. ഒരു കഥ പറഞ്ഞാലേ ഞാൻ ഉറങ്ങൂ. പണ്ടൊരു രാജകുമാരി ഉണ്ടായിരുന്നു. പെരുത്ത സുന്ദരി. ഓളെ കെട്ടാൻ ആശിച്ച് രാജകുമാരന്മാര് കാത്തു കിടന്നു. പക്ഷെ ഓ കാര്യം പിടിച്ചില്ല. രാജാവ് വിഷമത്തിലായി. രാജകുമാരിയെ വിളിച്ചു വരുത്തി രാജാവ് ചോദിച്ച്, എന്താ മോളെ അനക്കാരെ ഇഷ്ടപ്പെടാത്ത? ഇഷ്ടപ്പെട്ടത് ആരായാലും പറഞ്ഞോ, വിവാഹം ചെയ്തു തരാം. ഇത് കേട്ട രാജകുമാരി പറഞ്ഞ്, എനിക്കൊരു ജിന്നിനെ മതി. കേട്ടയുടൻ ഭടന്മാരുടെ നേർക്ക് തിരിഞ്ഞ് രാജാവ് അലറി, കൊണ്ടുവരൂ ഒരു ജിന്നിനെ. എന്നിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാജാവ് പറഞ്ഞു, വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. രാജകുമാരിയുടെ വിവാഹം കേമായിട്ട് നടന്നു. ആദ്യ രാത്രിയിൽ രാജകുമാരിയുടെ ഭർത്താവ് ഉറങ്ങിപ്പോയി. രാജകുമാരിക്കാണെങ്കിൽ ഉറക്കം വന്നുമില്ല. ഓള് കണ്ണും മിഴിച്ച് നോക്കിക്കിടന്നു. അപ്പോഴാ കിളിവാതിൽ താനെ തുറക്കുന്നു. രാജകുമാരി സൂക്ഷിച്ചങ്ങോട്ട് നോക്കി. ആരാ കിളിവാതിക്കലെന്നാ ബീക്കുട്ടി വിചാരിച്ച? ഒരു ജിന്ന്. കണ്ണ് തിരുമ്മി ഓള് ഒന്നുകൂടി നോക്കി. സംശയമില്ല, ജിന്ന് തന്നെ. ജിന്ന് രാജകുമാരി അടുത്തേക്ക് വിളിച്ചു. ഓള് മണവാളിനെ നോക്കി. രാജകുമാരൻ നല്ല ഉറക്കം. ഓള് പതുക്കെ എണീറ്റ് കിളിവാതുക്കലേക്ക് ചെന്നു. അടുത്തെത്തിയ രാജകുമാരിയെ ജിന്ന് ഒറ്റ വലിക്ക് കിളിവാതുക്കലൂടെ മുറുക്കി പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് നിലാവ് വീണ് കിടന്ന വഴിയിലേക്ക് രാജകുമാരിയുടെ കൂടെ ജിന്നും ചാടി. രാവിലെ രാജകുമാരിയുടെ ഭർത്താവ് എണീറ്റ് നോക്കുമ്പോൾ രാജകുമാരി കട്ടിലില്ല. രാജകുമാരി അന്വേഷിച്ച ആൾക്കാർ 4 പാടും പാഞ്ഞു. ആരും രാജകുമാരിയെ കണ്ടില്ല. പക്ഷെ രാജകുമാരി കടപ്പുറത്തെ പൂഴിപ്പരപ്പിൽ ഒരു സ്വർണ്ണ മത്സ്യമായി ആരും കാണാതെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്താ, രാജകുമാരിയെ ഖബറടക്കി. ആരാ രാജകുമാരിയെ കൊന്നേ? ജിന്നുകൾക്ക് സുന്ദരിമാരെ ഉമ്മ കൊല്ലുന്നതാ ഇഷ്ടം. ചിലപ്പോ ജിന്നായിരിക്കും. ജിന്നുകൾ എങ്ങനെ ഉമ്മ വെച്ച് കൊല്ലുന്നേ?